ഇന്ന് നമുക്ക് വളരെ വളരെ ഒരു സുദിനമാണ്. പൂജ്യ ശ്രീ രേവതി രമൺ പ്രഭു പലർക്കും പരിചയമുണ്ട്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രഭുജി വന്നിട്ട് തിരുപ്പതി ടെമ്പിൾ പ്രസിഡന്റ് ആണ്. ഇസ്കോണിന്റെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് പ്രഭുജി GBC ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. മാത്രമല്ല 3 ദശകത്തിലേറെ പ്രഭുപാദരുടെ പ്രസ്ഥാനത്തിൽ സേവനം ചെയ്യുകയും ആയിരക്കണക്കിന് ജനങ്ങളെ ഭക്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഡിവോട്ടി കെയർ എന്ന തട്ടകത്തിൽ പ്രഭുജിയുടെ സേവനം വളരെ വളരെ മനോഹരമായി പ്രഭുജി ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് പ്രഭുജി നമ്മളോട് വന്നത് വലിയ സൗഭാഗ്യമാണ്. എല്ലാവരും പ്രഭുജിയെ ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. ഹരേ കൃഷ്ണ. Thank you so much Prabhuji for joining us today. So I think right now we have 100+ devotees, so we can start Prabhuji, and it's up to you. Thank you so much, Prabhu. Jagat Shashi Prabhu, so nice to be with you and all the wonderful devotees of Trivandrum and other parts of Kerala. Thank you so much to discuss Krishna Katha on this auspicious day. ഇന്നത്തെ ദിവസം നിങ്ങളോടൊപ്പം ഉള്ളതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കൃഷ്ണകഥ സംസാരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. So I'm taking one verse from, of course, this is a famous verse, you all know that. This from Chaitanya Charitamrita has been quoted. That is Chaitanya Manjusa. ചൈതന്യ ചരിതാമൃതത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകം ഇന്ന് ഞങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ. This, if you want, you can take the sloka from the Prabhupada sloka book, or you can internet and see. You can browse. പ്രഭുപാദ് ശ്ലോക പുസ്തകത്തിൽ ഈ ശ്ലോകമുണ്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റിലും ഈ ശ്ലോകം നമുക്ക് എടുക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആരാധ്യോ ഭഗവാൻ വജേശതനയ സദ്ധാമ വൃന്ദാവനം രമ്യകටිദുപാസന വ്രജവധുവർഗേണ വാ കൽപിത ശ്രീമദ്ഭാഗവതം പ്രമാണം അമലം പ്രേമപുമാർത്തോ മഹാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു മതം ഇദം തത്രാധരാനാപരഃ. This is by Vishwanatha Chakravarti Thakur from Chaitanya Manjusa. ചൈതന്യ മഞ്ജുഷ എന്ന ഗ്രന്ഥത്തിലിരുന്ന് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഉദ്ധരിക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്. The translation of the verse is this: the Supreme Personality of Godhead, the son of Nanda Maharaj, is to be worshipped along with his transcendental abode. ഇതിന്റെ ഭാവാർത്ഥം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അദ്ദേഹത്തിന്റെ ധാമത്തോടൊപ്പം വേണം നമുക്ക് ആരാധിക്കാൻ. So he should be worshipped with the dham, that is Vrindavana. ആ ധാമത്തോട് ചേർന്ന് അദ്ദേഹത്തിനെ ആരാധിക്കണം, അത് വൃന്ദാവനം. The most pleasing form of worship for the Lord is that which was performed by the gopis of Vrindavana. ഏറ്റവും ഉന്നതമായ ആരാധന എന്ന് പറയുന്നത് അവിടെ ഗോപസ്ത്രീകൾ ലീലകളാടിയ ആ ധാമമാണ്. Srimad Bhagavatam is the spotless authority on everything. എല്ലാ വിഷയങ്ങളിലും അമലമായ ആധികാരിത്വം ഭാഗവതത്തിനുണ്ട്. And pure love of God is the ultimate goal of life for all men. എല്ലാ ജീവജാലങ്ങൾക്കും ഈശ്വര പ്രേമമാണ് പരമമായ ലക്ഷ്യം. These statements, for which we have the highest regard, are the opinion of Sri Chaitanya Mahaprabhu. മഹാപ്രഭുവിടെ നിർദ്ദേശവും സന്ദേശവുമാണ് ഇത്, അതുകൊണ്ട് ഞങ്ങൾ മാനിക്കുന്നു അതിനെ. So we can see the 5 principles here, wonderful principles, 5 principles. Number 1 is to worship Lord Krishna. Number 2 is worship Vrindavan Dham. Number 3 is Gopis worship is the topmost. Number 4 is Srimad Bhagavatam is the spotless Purana. And number 5 is not Purushartha, more than Purusha Artha. There's one more, Panchama Purushartha, that is Krishna Prema. ഇവിടെ 5 തത്വങ്ങളാണ് വിശദീകരിക്കുന്നത്. ആദ്യം ഭഗവാനെ സേവിക്കുക, രണ്ടാമത്തത് ഭഗവാന്റെ ധാമത്തിനെ സേവിക്കുക,
പിന്നെ ഗോപസ്ത്രീകളാണ് ഏറ്റവും ഉന്നത ആരാധന ചെയ്തവർ. നാലാമത്തത് ഭാഗവതമാണ് ഇതിന്റെ മാർഗം. അഞ്ചാമത്തത് പഞ്ചമ പുരുഷാർത്ഥമായ ഈശ്വരപ്രേമം. So Aradhyo Bhagavan Rajesha Tamiyas Tad Dhama Vrindavana. So Vrindavan Dham is the topmost and Krishna is the supreme personality of Godhead. We all know that. വൃന്ദാവന ധാമമാണ് അതിശ്രേഷ്ഠമായ ധാമം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. Just discussing about Krishna Katha, discussing about his birth is enough for us to get liberated from this world. ഭഗവാന്റെ അവതാരം, ജനനം, ഭഗവത് ലീലകൾ ചർച്ച ചെയ്താൽ തന്നെ ഈ ലോകത്തിരുന്ന് മോക്ഷം കിട്ടാൻ ധാരാളമാണ്. As Lord says in the Bhagavad Gita, Janma Karma Chame Divyam Evam Yogiti Tattataha Tyekta Deham Punajanma Naiti Mameti. So Arjuna, it is very clearly, you discuss or you know about my Janma or my activities is enough to get liberated from this world. ഗീതയിൽ ഭഗവാൻ പറയുന്നത് പോലെ ഭഗവാന്റെ ജനനം, ഭഗവത് ലീലകൾ ഇത് ചർച്ച ചെയ്താൽ മാത്രം മതി ഈ ലോകത്തിൽ നിന്ന് മോക്ഷപ്രാപ്തി നേടാനായിട്ട്. And Vrindavan Dham should be worshipped along with Krishna because Vrindavan is the topmost dham among all the dhams. വൃന്ദാവന ധാമത്തിനെയും നമ്മൾ ആരാധിക്കണം ഭഗവാനോടൊപ്പം. കാരണം അതിശ്രേഷ്ഠമായ ധാമമാണ് അത്. Vrindavana. Srila Prabhupada, he said, Vrindavan is my bhajan kutir. പ്രഭുപാദർ പറഞ്ഞു, എന്റെ ഭജന കുടീരമാണ് വൃന്ദാവനം എന്ന് പ്രഭുപാദർ പറഞ്ഞു. He said, Vrindavan is my home, Mayapur is my bhajan kutir. വൃന്ദാവനം എന്റെ ഭവനമാണ്, മായപ്പൂർ ആണ് എന്റെ ഭജൻ കുട്ടീർ എന്ന് പ്രഭുപാദർ പറഞ്ഞു. And Bombay is my office. ബോംബെ എന്റെ ഓഫീസാണെന്ന് പറഞ്ഞു. And Hyderabad is my village. ഹൈദരാബാദ് എന്റെ ഗ്രാമമാണ് എന്ന് പറഞ്ഞു. So Srila Prabhupada established a beautiful temple in Vrindavan. He established a beautiful temple in Mayapur. He established a beautiful temple in Bombay. He established a beautiful temple in Hyderabad. വൃന്ദാവനം, മായപ്പൂർ, ബോംബെ, ഹൈദരാബാദ് എന്നീ നഗരങ്ങളിൽ അതിമനോഹരമായ ക്ഷേത്രം പ്രഭുപാദർ പണിഞ്ഞു. And also he established New Vrindavan Dham in America, the place known as West Virginia. അമേരിക്കയിലെ വെസ്റ്റ് വിർജീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂ വൃന്ദാവൻ ധാം എന്ന ഒരു സ്ഥലവും പ്രഭുപാദർ സ്ഥാപിച്ചു. So one day morning, Srila Prabhupada was giving a class glorifying Vrindavan Dham in West Virginia, that is New Vrindavan Dham. Then he said, all of you, all the American boys and girls, you all should visit India and take the darshan of Vrindavan Dham. ഒരു തവണ പ്രഭുപാദർ അമേരിക്കയിലെ വെസ്റ്റ് വിർജീനിയയിൽ പ്രഭാഷണം കൊടുക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട അമേരിക്കൻ ബോയ്സ് ആൻഡ് ഗേൾസ്, നിങ്ങൾ എല്ലാവരും ഭാരതത്തിൽ വന്ന് വൃന്ദാവനത്തിനെ സന്ദർശിക്കുകയും അതിന്റെ ധൂളി സ്വീകരിക്കുകയും വേണം എന്ന് പറഞ്ഞു. So after the class, all the devotees were in jubilation. So Srila Prabhupada is ordering us, we should go to Vrindavan, take darshan of Vrindavan, take the dust from Vrindavan. We should go to India, see Vrindavan Dham. There's a big hue and cry among the devotees. പ്രഭാഷണം കഴിഞ്ഞുകൊണ്ട് ഭക്തന്മാരെല്ലാം ഉത്സാഹത്തോടെ നമുക്ക് വൃന്ദാവനത്തിൽ പോകാം, വൃന്ദാവനത്തിന്റെ ധൂളി എടുക്കാം എന്ന് ഉത്സാഹത്തോടെ അവരൊക്കെ സംസാരിച്ചു തുടങ്ങി. Then they're all planning to visit India, go for Vrindavan. എല്ലാവരും ഇന്ത്യയിൽ ചെന്നിട്ട് ഭാരതത്തിൽ ചെന്ന് വൃന്ദാവനത്തിൽ പോകാനുള്ള പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. All were happy, but for one person, that is temple president. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരുന്നു. പക്ഷേ ടെമ്പിൾ പ്രസിഡന്റിന് മാത്രം അത്ര സന്തോഷമില്ല. So because Prabhupada said all should go to India, take the dust from Vrindavan, see Vrindavan. Now everybody goes, who will take care of New Vrindavan Dham in West Virginia? അപ്പോ ആ ക്ഷേത്ര അധികാരി ചിന്തിച്ചു, എല്ലാവരും ഇന്ത്യയിൽ പോയി വൃന്ദാവനത്തിൽ പോയി വൃന്ദാവനം മണ്ണെടുക്കാൻ പോയി, അപ്പൊ ഇവിടെ ക്ഷേത്ര സേവനമൊക്കെ ആര് ചെയ്യും എന്ന് അദ്ദേഹം ചിന്തിച്ചു. So he was worried. He went to Srila Prabhupada next year. Prabhupada, you said in Bhagavatam class, all should visit India, take darshan of Vrindavan. Now everybody is planning how we can manage the show here, how we can take care of the temple without devotees. അപ്പൊ അദ്ദേഹം പ്രഭുപാദരെ സമീപിച്ചിട്ട് ചോദിച്ചു, അങ്ങ് ഭാഗവതം ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു എല്ലാവരെയും ഭാരതത്തിൽ പോകാൻ, ഇപ്പൊ എല്ലാവരും പദ്ധതികൾ ഒരുക്കുന്നു, ഇപ്പൊ എല്ലാവരും പോയി കഴിഞ്ഞാൽ ക്ഷേത്രം എങ്ങനെ നടത്തും എന്ന് ചോദിച്ചു. Prabhupada said, okay, he smiled. He said, okay, I'll take care. Next day, Bhagavatam class, Prabhupada said, the place where you do bhajans, the place where you serve the deities, the place that is given to you by your guru, that is your Vrindavan Dham. അടുത്ത ദിവസം പ്രഭുപാദർ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇത് ഞാൻ ഒരു ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഏതാണോ നിങ്ങൾക്ക് സേവിക്കുന്ന സ്ഥലം, എവിടെയാണോ നിങ്ങൾ ഭജന ചെയ്യുന്നത്,
ഗുരു നിങ്ങൾക്ക് ഏത് സ്ഥലമാണോ സേവനം ചെയ്യാൻ തന്നിട്ടുള്ളത് ആ സ്ഥലം തന്നെയാണ് വൃന്ദാവനം എന്ന് പറഞ്ഞു. So Vrindavan is the topmost dham, no doubt, but is a dham much higher than Vrindavan. വൃന്ദാവനം വന്ന് അതിശ്രേഷ്ഠമായ സ്ഥലമാണ്, പക്ഷേ അതിലും ശ്രേഷ്ഠമായ ചില സ്ഥലങ്ങളുണ്ട്. That is called Guru Datta Desha. When a Guru gives a place to you and do there, sit down and do bhajan, do service, that is greater than Vrindavan, and that is Vrindavan for us. അപ്പോ അതിനേക്കാളും ശ്രേഷ്ഠമായ സ്ഥലം എന്ന് പറയുന്നത് ഗുരുദത്ത ദേശം. ഗുരു നമുക്കൊരു സ്ഥലം തന്ന് സേവനം അനുഷ്ഠിക്കാൻ ആജ്ഞാപിച്ചാൽ അവിടെ ചെയ്യുന്ന സേവനം വൃന്ദാവനത്തിനേക്കാളും ശ്രേഷ്ഠമാണ് നമുക്ക്. So Vrindavan is in the heart of a pure devotee. Whatever he says, that place will get manifested as Vrindavan Dham. ഒരു പരിശുദ്ധ ഭക്തന്റെ ഹൃദയത്തിലാണ് വൃന്ദാവനം ഉള്ളത്. അപ്പൊ ആ പരിശുദ്ധ ഭക്തൻ എന്തെല്ലാം ആജ്ഞാപിക്കുന്നോ സങ്കല്പിക്കുന്നോ അവിടെ വൃന്ദാവനം പ്രത്യക്ഷമാകും. For example, we call Prabhupada as Srila Prabhupada. Srila means one who carries Srimati Radharani in the heart. He is called Srila. നമ്മൾ പ്രഭുപാദരെ ശ്രീല പ്രഭുപാദർ എന്ന് പറയാറുണ്ട്. ശ്രീല എന്ന വാക്കിന്റെ അർത്ഥം ആരാണോ ഹൃദയത്തിൽ രാധാറാണിയെ ചുമക്കുന്നത് അതിനാണ് ശ്രീല എന്ന് പറയുന്നത്. The person who is carrying Radharani and goes and does bhajan anywhere, that place becomes Vrindavan Dham. ആരാണോ ഹൃദയത്തിൽ രാധാറാണിയെ ചുമന്നിട്ട് എവിടെയെല്ലാം ചെന്ന് ഭജന ചെയ്യുന്നോ ആ സ്ഥലമെല്ലാം വൃന്ദാവന ധാമമാണ്. So Srila Prabhupada created Vrindavan Dhams around the world. പ്രഭുപാദർ ലോകമൊട്ടാകെ വൃന്ദാവന ധാമം സൃഷ്ടിച്ചു. So this way, Aradhya Bhagavan, Rajeshatanya Sadhama Vrindavana. Krishna is the Supreme Personality of Godhead, and Vrindavan is the topmost dham. Both should be worshipped. അപ്പോ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, വൃന്ദാവനമാണ് അതിശ്രേഷ്ഠമായ ധാമം. രണ്ടിനെയും നമ്മൾ ആരാധിക്കണം. The two principles, Krishna and Krishna's dham Vrindavan, these two principles are very, very important. രണ്ട് തത്വം, ഭഗവാൻ, ഭഗവാന്റെ വൃന്ദാവന ധാമം, രണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ്. So Krishna should be worshipped. Along with Krishna, Vrindavan dham has to be worshipped. ഭഗവാനെ ആരാധിക്കണം, ഭഗവാനോടൊപ്പം തന്നെ വൃന്ദാവനത്തിനെയും ആരാധിക്കണം. So the next principle is Ramya Kachit Upasana Rajavadu Vargena Vakalpita. So here the gopis worship is the topmost worship. Ramya Kachit Upasana Rajavadu, that is gopis. Their worship is the topmost worship. ഗോപസ്ത്രീകൾ ആരാധിച്ച രീതിയാണ് ഏറ്റവും ഉയർന്ന ആരാധനാ രീതി. Because gopis worship, how we can understand gopis worship? It's very difficult for us to understand gopis worship. നമ്മളെ പോലെ സാധാരണ വ്യക്തികൾക്ക് ഗോപസ്ത്രീകളുടെ ആരാധന മനസ്സിലാക്കുന്നത് അതികഠിനമാണ്. Because they gave up everything for Krishna. They gave their families, they gave their children, they gave their respect, they gave their social obligations, they gave everything and simply surrendered to Krishna. That is the mood of gopis. അതിനെക്കുറിച്ച് എന്ത് പറയാനാ? ഗോപസ്ത്രീകൾ അവരുടെ വീട് ഉപേക്ഷിച്ചു, കുടുംബത്തിനെ ഉപേക്ഷിച്ചു, കുഞ്ഞുങ്ങളെ എല്ലാം ഭഗവാന് വേണ്ടി വിട്ടുകൊടുത്തു. അതാണ് ഏറ്റവും ഉയർന്ന ആരാധന. Always conscious of Krishna. Once Uddhava, when he visited Vrindavan, he questions gopis. One gopi, few gopis are sitting and deeply they're meditating. അപ്പോ ഈ ഗോപസ്ത്രീകൾ സദാസമയം ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഉദ്ധവര് വൃന്ദാവനത്തിൽ പോയി അവിടെ കുറച്ച് ഗോപസ്ത്രീകളെ കണ്ടു, ഒരു ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു. They become very happy. Oh, these people are meditating, because he was a Brahmajnani. After going to Vrindavan, after taking the association from the gopis, he understood what is real bhakti. Till then, he was a Brahmajnani. Just to learn the bhakti mood from the gopis, Krishna very tactfully sent Uddhava to Vrindavan Dham. യഥാർത്ഥത്തിൽ ഉദ്ധവര് ഒരു ബ്രഹ്മജ്ഞാനിയായിരുന്നു. അപ്പൊ ഭക്തി മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ ചാതുര്യത്തോട് ഉദ്ധവരെ വൃന്ദാവനത്തിൽ പറഞ്ഞു വിട്ടു. So Krishna told to Uddhava, you should go to Vrindavan and educate these gopis. They're highly sentimental. Always they're thinking of me and crying. You should go and educate them. അപ്പൊ ഭഗവാൻ ഉദ്ധവരുടെ അടുത്ത് പറഞ്ഞു, ഉദ്ധവരെ ഒന്ന് വൃന്ദാവനത്തിൽ പോകൂ. ഈ ഗോപസ്ത്രീകൾ ഭയങ്കര സെന്റിമെന്റൽ ആണ്, എപ്പോഴും എന്നെ ഓർത്ത് കരയുക, അവരെയൊക്കെ ഒന്ന് പഠിപ്പിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. So in that mood, Uddhava went there with a letter from Krishna. You open the letter and started reading for the gopis, but the gopis jumped on the letter.
They tore the letter into small, small pieces. Each gopi was carrying a small bit of paper and standing separately, looking at the paper and crying. ഈ ഭാവത്തിലാണ് ഉദ്ധവര് വൃന്ദാവനത്തിൽ പോയത്. കൂടെ തന്നെ ഒരു സന്ദേശ കത്തും കയ്യിലുണ്ടായിരുന്നു. അവിടെ പോയപ്പോ ആയിരക്കണക്കിന് ഗോപസ്ത്രീകൾ ഉദ്ധവരുടെ മീതെ ചാടി വീണ് ആ കത്തൊക്കെ വലിച്ചു കീറി ഓരോരുത്തരുടെ കയ്യിലും ചെറിയൊരു കടലാസ് കഷ്ണം ഉണ്ടായിരുന്നു. അത് വെച്ച് കരയുകയാണ് അവര്. Uddhava was shocked. Then he chastised the gopis. What is this? What is this? Not bhakti. You should act with knowledge. What is this? You should not behave like this. You tore the paper into pieces. What you can do now? അപ്പൊ ഉദ്ധവര് അവരെ കണ്ടിട്ട് വളരെ ആശ്ചര്യചകിതനായി. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഇതാണോ ഭക്തി? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ കടലാസ് എല്ലാം വലിച്ചു കീറി ഇനി ഇപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. So you people should understand what is knowledge. Through knowledge you should act. You people don't have knowledge, only sentimentality. It's not good. അപ്പൊ ഉദ്ധവര് പറഞ്ഞു, ഗോപസ്ത്രീകൾ നിങ്ങൾക്ക് ജ്ഞാനം വേണം, അറിവ് വേണം, ജ്ഞാനത്തിന്റെ പുറത്ത് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. നിങ്ങളിപ്പോ എല്ലാം സെന്റിമെന്റലായി ചെയ്യുന്നു, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. Then Gopi said, this paper, small bit of paper we are holding, this was touched by our Lord Krishna. It was touched by my Lord Krishna and he has written, this is enough for me, this is enough. I can understand the mood of Krishna. ഗോപസ്ത്രീകൾ പറഞ്ഞു, ഈ കത്ത്, ഈ കടലാസ് കഷ്ണം ഭഗവാൻ സ്പർശിച്ചതാണ്, ഭഗവാൻ ഞങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്, ഇത് മതി, ഇതിൽ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. Then Uddhava starts preaching to gopis about Brahmagnana. ഉദ്ധവര് വന്ന് ഗോപസ്ത്രീകൾക്ക് ബ്രഹ്മജ്ഞാനത്തിനെ കുറിച്ച് ഉപദേശം തുടങ്ങി. Then they say, we don't understand, we will take it to our leader Radharani, she can understand, she can explain better. And they take Uddhava to Srimati Radharani. അപ്പൊ ഗോപസ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ബ്രഹ്മജ്ഞാനം ഒന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങളുടെ രാധാറാണി എടുത്തു പോകാം, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും എന്ന് ഉദ്ധവരെ രാധാറാണിയുടെ സമീക്ഷം കൊണ്ടുപോയി. So took Uddhava to Radharani and he started explaining Brahmagnana to Radharani. Radharani smiled and said, this Brahmagnana is for dead bodies, not for us. അപ്പൊ ഉദ്ധവര് രാധാറാണിയുടെ അടുത്ത് ചെന്നിട്ട് ബ്രഹ്മജ്ഞാനം രാധാറാണിക്ക് ഉപദേശിച്ചു. അപ്പോ രാധാറാണി പറഞ്ഞു, ഈ ബ്രഹ്മജ്ഞാനം ശവശരീരത്തിനാണ്, ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. Then Radharani's mood, our preaching mood, the way she started explaining love for Krishna, Uddhava was baffled. രാധാറാണി കൃഷ്ണപ്രേമം, ഭഗവാന്റെ അടുത്തുള്ള പ്രേമം, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോ ഉദ്ധവർക്ക് ആകെ ഒരു ആശ്ചര്യക്കുഴപ്പമുണ്ടായി. He was totally baffled. What is this? Something new. I never heard of this, nor experienced this. അദ്ദേഹം പൂർണ്ണമായും ഒരു കൺഫ്യൂസ്ഡ് അവസ്ഥയിലായി. ഇത് ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. He stayed few days there observing the gopis, and gopis are holding the trees and crying. Gopis are holding the trees and crying. Gopis are chanting Krishna's name. Some gopis are enacting like Krishna. Some gopis are taking the flute and they're playing like Krishna. ഉദ്ധവർ കുറച്ചു ദിവസം വൃന്ദാവനത്തിൽ താമസിച്ചു. അവിടെ നോക്കി ഗോപസ്ത്രീകൾ മരക്കഷ്ണം പിടിച്ചത് കരയുന്നു, ചിലര് നിലത്ത് കിടന്ന് കരയുന്നു, മരത്തിനെ പിടിച്ച് കരയുന്നു, ചിലര് കൃഷ്ണനെ പോലെ അഭിനയിച്ച് കരയുന്നു. ഇവരെയൊക്കെ കണ്ടു ഉദ്ധവർ കുറച്ചു ദിവസം. And actually all the gopis at that hardly they were taking any food or they're sleeping. They're totally dazed. Most of the time they're simply Krishna consciousness, meditating on Krishna. അവരൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, സദാസമയം ഭഗവാനെ തന്നെ സ്മരിച്ച് അവർ കഴിയുകയാണ്. But the cows all were thin. Yashoda Maya had become thin, and Nanda Maharaj had become thin, all the gopis had become thin, but cows were very stout and strong and very healthy. നന്ദഗോപർ മെലിഞ്ഞു, യശോദമയ്യ മെലിഞ്ഞു, ഗോപസ്ത്രീകൾ മെലിഞ്ഞു, പക്ഷെ പശുക്കൾ മാത്രം നല്ല വണ്ണം വെച്ച് വീർത്തിരിക്കുകയാണ്. So Uddhava finds out why the cows are so healthy, and he understands because Krishna gave a word to gopis, tomorrow I'm going to come back to Vrindavan to see all of you. And gopis knew when Krishna comes, first he'll see the cows. If the cows are very happy and plumpy and very healthy, Krishna becomes very happy. So that is the goal of the gopis, to make Krishna happy, that's all. എന്തുകൊണ്ടാ പശുക്കൾ മാത്രം വണ്ണം വെച്ചിരിക്കുന്നത്? കാരണം ഭഗവാൻ പറഞ്ഞു, ഞാൻ നാളെ തിരിച്ചു വരും. അപ്പൊ ഭഗവാൻ വന്നാൽ ആദ്യം പശുക്കളെയാ കാണുന്നത്. അപ്പൊ പശുക്കൾ നല്ല സന്തോഷത്തോട് വണ്ണം വെച്ചിരുന്നാല് ഭഗവാന് സന്തോഷമാവും, ഭഗവാന് സന്തോഷമായാൽ ഗോപസ്ത്രീകൾക്ക് സന്തോഷമാവും. അതുകൊണ്ട് പശുക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്തവർ. Today we are talking about COVID-19. Whole world is suffering. Why is that? Because
cow killing is happening in rampant. ഇപ്പൊ നമ്മൾ കോവിഡ് കാലഘട്ടത്താണ്, മുഴുവൻ ലോകവും കഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? വലിയ രീതിയിൽ പശുക്കളെ കൊല്ലുന്ന കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. Because Shastra says, a drop of blood falls from the cow's body, that place, let it be a village or a town or a city, will perish. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, പശുവിന്റെ ശരീരത്തിൽ ഇരുന്ന് ഒരു തുള്ളി ചോര നിലത്തിൽ വീണാൽ അത് ഗ്രാമമായെങ്കിലും നഗരമായാലും ഏത് സ്ഥലമായാലും നശിച്ചു പോകും എന്നാ പറയുന്നത്. Today we are saying, we know that how rampantly they're killing the cows. Cow slaughtering is happening. നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് വലിയ ഭയാനകമായ രീതിയിലാണ് പശുക്കളെ കൊല്ലുന്നത് എന്ന് നമുക്കറിയാം. So Krishna says, few gopis are sitting and deeply meditating. അപ്പൊ അവിടെ കുറച്ച് ഗോപസ്ത്രീകൾ വളരെ ആഴമായ ധ്യാനത്തിലായിരുന്നു. So Uddhava will ask these gopis, oh, gopis, you're meditating on Krishna? അപ്പൊ ഉദ്ധവർ അവരെടുത്ത് ചോദിച്ചു, ഗോപസ്ത്രീകളെ, നിങ്ങൾ ഭഗവാനെയാണോ സ്മരിക്കുന്നത്, ധ്യാനിക്കുന്നത്? Yes, we are meditating. So what is the thing? What actually are meditating? അപ്പൊ അതെ, ഞങ്ങൾ ധ്യാനിക്കുകയാണ്. ശരി, നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ധ്യാനിക്കുന്നത്, എന്താണ് വാസ്തവത്തിൽ ധ്യാനിക്കുന്നത്? So gopis, they reply, we are meditating that we should forget Krishna. അപ്പൊ ഗോപസ്ത്രീകൾ മറുപടി പറഞ്ഞു, ഞങ്ങൾ എല്ലാം ധ്യാനിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എങ്ങനെയെങ്കിലും വിസ്മരിക്കണം, മറന്നു പോകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു. In our case, we are struggling to remember Krishna. Gopis, they want to forget Krishna. നമ്മുടെ കാര്യം എടുത്തോളൂ, നമ്മൾ ഭഗവാനെ ഓർക്കാൻ കഷ്ടപ്പെടുന്നു, അവര് ഭഗവാനെ മറക്കാൻ കഷ്ടപ്പെടുന്നു. Because this Krishna, they're so Krishna conscious. Krishna is simply haunting them. So they don't want Krishna. That's the way. That is the other, is in other way around. So deeply they are attached to Krishna. ആലോചിച്ച് നോക്കൂ, അവരുടെ ഒരു ഭക്തി ഇത്ര ആഴത്തിൽ ഭഗവാനെ അവർ ധ്യാനിക്കുന്നതുകൊണ്ട് ആ ചിന്ത അവരെ നിരന്തരം ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുകയാണ്. ആ ഒരു ഭക്തിയുടെ തലം തന്നെ വേറെയാണ്. One time, gopis, they come for the rasa dance night. Krishna plays the flute near Vamshivata. Then all the gopis, they come running in the middle of the night to Krishna for rasa dance. ഒരു വട്ടം വംശീവട എന്ന് പറയുന്ന സ്ഥലത്ത് ഭഗവാൻ രാത്രി ഓടക്കുഴൽ വായിക്കുകയും രാസലീലയ്ക്കായി ഗോപസ്ത്രീകളെല്ലാം അർദ്ധരാത്രിയിൽ ഭഗവാനെ അന്വേഷിച്ച് ഓടിയെത്തി അവര്. Then Krishna tells, okay, you all come gopis, why you come in the middle of the night? It's so dark, so dangerous. There can be bandits, there can be wild animals, and your relatives will mistake you, husbands will mistake you. Please go back. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ അർദ്ധരാത്രി വന്നത്? നിങ്ങളുടെ ഭർത്താവ് തെറ്റിദ്ധരിക്കും, നിങ്ങളുടെ ബന്ധുക്കൾ തെറ്റിദ്ധരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, ഈ രാത്രിയൊക്കെ വല്ല വന്യമൃഗങ്ങൾ നിങ്ങളെ അടിച്ചു കൊല്ലും, നിങ്ങൾ എല്ലാവരും തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. Please go back, please go back. നിങ്ങളെല്ലാം തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. The Lord says in 10th canto, Srimad Bhagavatam, Shavana, Darshana, Dhyana. Mai Bhava Anukirtana. Not necessary you should have physical proximity with me. അപ്പൊ ഭഗവാൻ പറയാ, ഇതൊക്കെ എന്തിനാണ്? എന്റെ കൂടെ എന്റെ സമീക്ഷം ഇരിക്കണം, എന്റെ ഒപ്പം ഇരിക്കണം എന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കേണ്ട, മനസ്സുകൊണ്ട് എന്നെ വിചാരിച്ചാലും മതി എന്ന് പറഞ്ഞു. Shavana, you hear about me. Darshana, you see my deities. എന്നെ കുറിച്ച് കേട്ടാലും മതി, അല്ലെങ്കിൽ എന്റെ വിഗ്രഹത്തിനെ ദർശനമെടുത്താലും മതി. Dhyana, you meditate on me, that's enough. എന്നെ ധ്യാനിക്കൂ, അത് മതി. Mai Bhava Anukirtanat, you do kirtana on me, that's enough. എന്നെ കുറിച്ച് കീർത്തനം പാടൂ, അത് മതി നിങ്ങൾക്ക്. So gopis, now we can go back home, he says. അതുകൊണ്ട് ഗോപസ്ത്രീകളെ, നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകൂ. The gopis say, we will not go back. ഗോപസ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ പോകത്തില്ല. Same verse Lord Krishna uses for Yagnapatnis. You know that, no? Yagnapatnis, Krishna wanted some food, Balaram wanted some food. Boys, they go and beg for the food from the Brahmanas. They don't give, they don't reciprocate properly. Then Krishna tells them, go to the Brahmana wives, Yagnapatnis. They go to Yagnapatnis. Yagnapatnis come running to Krishna and Balaram with lot of foodstuffs. ഇത് ഭാഗവതത്തിൽ ഇനിയൊരു സ്ഥലത്തുമുണ്ട് ഇതേ ശ്ലോകം. അതായത് ഭഗവാൻ ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം ചെന്ന് ബ്രാഹ്മണർ പൂജ ചെയ്യുന്ന സ്ഥലത്ത് ഭക്ഷണം ചോദിക്കും, അവര് തരത്തില്ല. അപ്പൊ ഭഗവാൻ പറയും, ആ ബ്രാഹ്മണ പത്നിമാരെടുത്ത് ചെന്ന് ചോദിക്കും, അവര് തരുമെന്ന് പറയും. അവരെ സമീപിച്ചപ്പോൾ ഒരുപാട് ഭക്ഷണമായിട്ട് ആ യജ്ഞപത്നികൾ വന്ന് ഭഗവാൻ എല്ലാം കൊടുത്തു. അവര് വന്നിട്ട് They'll come with a lot of foodstuffs and give to Krishna and follow the feet of Krishna.
അവർ ഒരുപാട് ഭക്ഷണത്തോട് വന്ന് ഭഗവാന് കൊടുത്തിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. The Lord is beautifully explained in Srimad Bhagavatam. Lord was standing in Tribhangi form, one hand on his friend, other hand he had a rose, a lotus flower in his hand, and twirling the lotus flower. ഇത് മനോഹരമായി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഈ യജ്ഞപത്നികൾ വന്നപ്പോൾ അതിസുന്ദരമായ ഒരു ശരീരത്തിൽ 3 ഒടിവുണ്ട്. ഒരു കൈ തന്റെ അരയിൽ വെച്ചിട്ടുണ്ട്, ഇനിയൊരു കൈയിൽ താമര പുഷ്പം വെച്ച് ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ഭഗവാൻ. And Vishwanath Chakravarti explains, he was twirling the lotus, saying, "Oh, Yagnapatnis, I am twirling the lotus. Actually, I am twirling your hearts. I am churning your hearts to develop Krishna prema, love for me and my love for you." അപ്പോ അവിടെ ഭഗവാൻ നിന്നിട്ട് കയ്യിൽ താമര പുഷ്പവും വെച്ചിട്ട് ഇങ്ങനെ പൂവിനെ ചുറ്റുകയാണ്. അപ്പൊ ചുറ്റിക്കൊണ്ടേ ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണ പത്നിമാരെ, നിങ്ങളുടെ ഹൃദയത്തിനെയാണ് ഞാനിപ്പോ കടയുന്നത്, അതിൽ നിന്ന് കൃഷ്ണപ്രേമമാണ് ഇപ്പൊ ഞാൻ പുറത്തെടുക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. We are chanting Hare Krishna mantra for what? To churn our hearts so that all the anarthas will come out. നമ്മൾ എന്തിനാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്? ഇങ്ങനെ നിരന്തരം ജപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെ കടഞ്ഞ് ഹൃദയത്തിനകത്തുള്ള അഴുക്കുകളെല്ലാം പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. Like due to anarthas, we suffer so much in this material world. Actually, these anarthas, these problems have got nothing to do with us. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് അഴുക്കുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്നത്. പക്ഷേ വാസ്തവത്തിൽ ഈ അഴുക്കുകൾക്കും നമുക്കും യാതൊരു ബന്ധവുമില്ല. So in Srimad Bhagavatam, Sukadeva Goswami is saying to Parikshit Maharaj, Anartha Upasamam Sakshat, Bhakti Yogam Adokshate. Anartha Upasamam Sakshat. These anarthas are superfluous to us. It's got nothing to do with us. But this can be mitigated by Bhakti Yoga. ശ്രീമദ് ഭാഗവതത്തിലും ശുകമഹർഷി പരീക്ഷത്തിന്റെ അടുത്ത് പറയുന്നു, ഈ അനർത്ഥങ്ങൾ നമ്മുടെ ഭക്തിയെ വന്ന് തടസ്സപ്പെടുത്തും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ അനർത്ഥങ്ങൾക്കും നമുക്കും യാതൊരു ബന്ധവുമില്ല. ഭക്തിയിൽ കൂടെ ഇതിനെ മാറ്റാൻ സാധിക്കും എന്ന് പറയുന്നു. All these anarthas can be mitigated by Bhakti Yoga Adokshajam. Bhakti towards Krishna, Adokshaja. ഭഗവാൻ അധോക്ഷജനോടുള്ള ഭക്തി കൊണ്ട് ഈ അനർത്ഥങ്ങൾ, ഈ അഴുക്കുകളെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും എന്നാ പറയുന്നത്. But the pity is, people in general, they don't know this. പക്ഷേ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, ദൗർഭാഗ്യം, ഇത് പൊതുവെ ജനങ്ങൾക്ക് അറിയില്ല. Lokasya ajanato pumsa viddams chakre satvata sammitam. Because the lokasya ajanato, poor people, they don't know this. It can be, these problems can be mitigated with Bhakti Yoga. They don't know this. So, Vidvans, Vyasa Maharishi, very kind person, incarnation of the Supreme Lord, Vyasa, Chakre Satvata Sammitam, he scripted Srimad Bhagavatam for our benefit. ജനങ്ങളുടെ ദൗർഭാഗ്യം ഒന്ന് നോക്കൂ. ഇത് എളുപ്പത്തിൽ മാറ്റാം, എന്നാലും ആരും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അവരെടുത്ത് ദയ ഉണ്ടായ വ്യാസ മഹർഷി ഈ മനോഹരമായ ഈ ശാസ്ത്രത്തിനെയും ശ്രീമദ് ഭാഗവതത്തിനെയും രചിച്ച് ഇവരെ ഉദ്ധരിക്കാൻ പ്രയത്നിച്ചു. So this way, Uddhava, after staying in Vrindavan, his heart changed. He thought, what a stupid person I am. I'm thinking Brahmajnana. What is love for Krishna? Krishna Prema is the ultimate. ഇങ്ങനെ കുറച്ചു ദിവസം വൃന്ദാവനത്തിൽ താമസിച്ച ഉദ്ധവർക്ക് മനസ്സിലായി, ഞാൻ എന്തൊരു മണ്ടനാണ്, ഞാൻ ഇങ്ങനെ ബ്രഹ്മജ്ഞാനത്തിന്റെ പുറകെ നടക്കുന്നു, കൃഷ്ണപ്രേമം, കൃഷ്ണഭക്തിയാണ് അതിശ്രേഷ്ഠം എന്ന് ഉദ്ധവർക്ക് മനസ്സിലായി. So he came back to Mathura, where Krishna was staying, chanting Radharani's name, Radhe, 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 doing bhajans and dancing, and he came back to Mathura. അങ്ങനെ ഉദ്ധവർ തിരിച്ചെത്തി മഥുരാപുരി. മഥുരാപുരിയിൽ വരുമ്പോൾ അദ്ദേഹം രാധേ രാധേ എന്നു രാധാറാണിയുടെ നാമവും ജപിച്ച് ഉന്മത്തനായി നൃത്തം വെച്ചാണ് തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്തിയത്. Comes to Krishna chanting Radharani's name, and Krishna laughs. Hey Uddhava, I sent you there to change them, but they have changed you. What is this? I never expected this from you. അപ്പൊ ഭഗവാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഉദ്ധവരെ, ഞാൻ അങ്ങേ വൃന്ദാവനത്തിൽ അവരെ മാറ്റാൻ വേണ്ടി അയച്ചപ്പോ അവരെല്ലാം കൂടെ നിങ്ങളെ മാറ്റിക്കളഞ്ഞല്ലോ, ഇത് എന്തൊരു ആശ്ചര്യം എന്ന് ഭഗവാൻ ചോദിച്ചു. Then he says, my dear Lord, now I understood what is bhakti. Now I understood why did you send me to Vrindavan, to understand what is bhakti and come back here
and educate the people in Dwaraka and Mathura. അപ്പോ ഉദ്ധവര് പറഞ്ഞു, കൃഷ്ണ, എനിക്ക് മനസ്സിലായി ഭഗവാൻ എന്നെ എന്തിനാണ് വൃന്ദാവനത്തിൽ അയച്ചത്. ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാനും തിരിച്ചു വന്ന് ദ്വാരകയിലും മഥുരാപുരിയിലും ഉള്ളവർക്ക് ഉപദേശിക്കാനും വേണ്ടിയാണ് എന്നെ പറഞ്ഞു വിട്ടത്. So Ramya Kachit Upasana Vrajavadu Vargena Kalpita. So the gopis worship Ramya Kachit Upasana worship Vrajavadu gopis Vargena Vakalpita is the best worship is gopis. ഗോപസ്ത്രീകൾ ആരാധിച്ചതും ഗോപസ്ത്രീകളെ ആരാധിക്കുന്നതുമാണ് ഏറ്റവും ഉയർന്ന ആരാധന എന്നിവിടെ പറയുന്നുണ്ട്. Okay, this is the third principle. Fourth principle is Srimad Bhagavatam Pramanam Amalam. Srimad Bhagavatam is a spotless Purana. Is there a match for Srimad Bhagavatam? ശ്രീമദ് ഭാഗവതം അമലം പുരാണം, യാതൊരു തരത്തിലുള്ള കളങ്കവും ഇല്ലാത്തതാണ്. അതിന് തുല്യമായി വേറെ ഒരു ഗ്രന്ഥവും ഇല്ല. You know, you are a famous devotee, Pundanam from Kerala. You know, you're so attached to Srimad Bhagavatam. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലിരുന്ന് പൂന്താനം എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഭക്തൻ, അദ്ദേഹത്തിന് ഭാഗവതത്തിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. Day and night is to carry Bhagavatam in his hand, holding to his chest and read Bhagavatam, old and tears coming from his eyes, is to meditate on Srimad Bhagavatam 24 hours. അങ്ങനെ രാത്രിയും പകലും 24 മണിക്കൂറും ഭാഗവതം കയ്യിൽ ചുമന്നുകൊണ്ട് ഹൃദയത്തോട് പിടിച്ചോണ്ട് വായിക്കുകയും ഭാഗവത്തിനെ സ്മരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ണീന്ന് കണ്ണീര് വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. Once he went to Sri Kottayur, Lord Shiva's temple. He goes there. You all know that this temple is open only 2 months in a year. After 2 months, they close. പൂന്താനം ഒരിക്കല് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തില്, ശിവക്ഷേത്രത്തില് പോയി വർഷത്തിൽ 2 മാസം മാത്രമാണ് ഈ ക്ഷേത്രം തുറന്നിരിക്കുന്നത്. So you want to take darshan of Lord Shiva, Shambhu, Vaishnavamatam Shambhu, great devotees Lord Shiva. He goes there to take darshan of Lord Shiva. But all the devotees gather there and they request Pundanam, you should give us Bhagavatam classes. അപ്പോ ശ്രീ കൊട്ടിയൂർ പോയ പൂന്താനം മഹാദേവനെ, ശിവനെ ദർശനമെടുക്കാൻ പോയി. അപ്പോ അവിടെ ഉള്ള നാട്ടുകാരെല്ലാം കൂടിയിട്ട് പൂന്താനത്തിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഭാഗവത ഉപന്യാസം നടത്തണം, ഭാഗവതത്തിനെ കുറിച്ച് പ്രഭാഷണം നടത്തണം എന്ന് അവർ ആവശ്യപ്പെട്ടു. So Pundanam agrees and starts giving the class. He gives the class how Lord Krishna chastises Rukmini Devi in a very sweet manner. Why you married me? Shishupala is better. I'm a vagabond. I'm like this. I'm like that. He starts teasing Rukmini Devi. അപ്പോ അതിമനോഹരമായ ഭാഗമാണ് പൂന്താനം അവിടെ വായിക്കുകയുണ്ടായി. ഭഗവാൻ രുക്മിണി ദേവിയെ കളിയാക്കുന്നു. നീ എന്തിനാ എന്നെ വിവാഹം ചെയ്തത്? ശിശുപാലനല്ലേ അനുയോജ്യനായ വരൻ, എന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് പലതും പറഞ്ഞ് ഭഗവാൻ രുക്മിണി ദേവിയെ കളിയാക്കുന്നുണ്ട്. So in the class, he finishes the chapter. ആ അധ്യായം പൂർത്തീകരിച്ചു അന്നത്തെ പ്രഭാഷണത്തിൽ. So the request, 2 months you should stay here and give class every day. He agrees. And the next day morning, again Bhagavatam, he opens the book. അപ്പോ ആ നാട്ടുകാരെല്ലാം ചോദിച്ചു, ആവശ്യപ്പെട്ടു, 2 മാസം പൂന്താനം ഇവിടെ തന്നെ താമസിച്ച് ദിവസവും ഞങ്ങൾക്ക് ഈ പ്രഭാഷണം നടത്തണം. പൂന്താനവും സമ്മതിച്ചു. അതേപോലെ അടുത്ത ദിവസം വന്ന് അദ്ദേഹം ആ പുസ്തകം തുറന്നു. But when he opened, the bookmark was on the same chapter. There's Krishna teasing Rukmini Devi, same chapter. He said, how is that? I completed. Anyway, somebody wanted it. And he explained the whole thing again. അപ്പൊ അദ്ദേഹം പുസ്തകം തുറന്നു നോക്കിയപ്പോ വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ ഇരിക്കുന്നു ആ അദ്ദേഹം വെച്ചിട്ട് പോയ ബുക്ക് മാർക്ക്. അപ്പൊ ആർക്കെങ്കിലും ഇത് 2ാമത്തെ തവണ കേൾക്കാനായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ അധ്യായം ഒരിക്കൽ കൂടെ പൂന്താനം വിശദീകരിച്ചു. And he completes. Next day, again the bookmark is on the same page, same chapter. അടുത്ത ദിവസം വന്ന് നോക്കിയപ്പോ വീണ്ടും ബുക്ക് മാർക്ക് അതേ പേജിൽ തന്നെ ഉണ്ട്, അതേ അധ്യായത്തിൽ തന്നെ ഉണ്ട്. Somebody keep placing it in the same chapter every day, on and on and on. For 2 months, Pundanam spoke only on this chapter. 2 മാസം വീണ്ടും വീണ്ടും ആരോ ബുക്ക് മാർക്ക് മാറ്റി മാറ്റി അതേ അധ്യായത്തിൽ തന്നെ വെക്കുന്നു. പൂന്താനവും 2 മാസം ഈ ഒരു അധ്യായത്തിനെ കുറിച്ച് മാത്രം സംസാരിച്ചു. Last day he gave the class and he offered his respects, obeisances to Lord Shiva, to all the devotees, and he left the place. അവസാന ദിവസം അദ്ദേഹം പ്രഭാഷണം കഴിഞ്ഞു, സേവനം കഴിഞ്ഞു, മഹാദേവനെ നമസ്കരിച്ചു, ഭക്തന്മാരെ നമസ്കരിച്ചു, അവിടെ നിന്ന് തിരിച്ചുപോയി. So he started going away from Sri Kottayur.
അങ്ങനെ പൂന്താനം ശ്രീകൊട്ടിയൂരിൽ നിന്ന് തിരിച്ചുപോയി. Then he remembered, oh, I left my Srimad Bhagavatam. I forgot to carry my Bhagavatam, which is in the temple. Oh, and he started running back to the temple. അയ്യോ, എന്റെ ഭാഗവത പുസ്തകം ഞാൻ മറന്നു വെച്ചല്ലോ, ആ പുസ്തകം ഇപ്പോഴും ക്ഷേത്രത്തിലാണല്ലോ എന്ന് എടുക്കാനായിട്ട് അദ്ദേഹം തിരിച്ചു ഓടിപ്പോയി. So he came running. He came to the temple. Temple was closed. It was locked. അദ്ദേഹം പൂന്താനം തിരിച്ചു ഓടി വന്നു ക്ഷേത്രത്തിലെത്തിയപ്പോൾ ക്ഷേത്രം പൂട്ടിയിരിക്കുകയായിരുന്നു. Oh my God, this temple will be opened only next year. പൂന്താനം അയ്യോ, ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞല്ലേ ഇനി ക്ഷേത്രം തുറക്കത്തുള്ളൂ എന്ന് ആലോചിച്ചു. How I can manage my life without Bhagavatam? ഈ ഒരു കൊല്ലം ഭാഗവതം ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? Right now, by Prabhupada's mercy, Bhagavatam is made easy for us. So many books, but those days now they have to write a book. If you want Srimad Bhagavatam, you should take it from another devotee. Write your own book. ഇന്ന് പ്രഭുപാദരുടെ കൃപ കൊണ്ട് എല്ലാ വീട്ടിലും ഭാഗവതമുണ്ട്. അന്നൊക്കെ ഭാഗവതം വേണമെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് നമ്മുടെ ഓലയിൽ എഴുതി ഉണ്ടാക്കണം സ്വന്തമായിട്ട് ഭാഗവതം. It was not all that easy at all to get Srimad Bhagavatam copy. ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു പുസ്തകം, ഒരു പ്രതി കിട്ടുന്നത് അത്ര എളുപ്പമല്ല. അന്ന് കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. Bhakti Vinod Thakur, to get Chaitanya Charitamrita book, he struggled for 12 years. ഭക്തി വിനോദ് ഠാക്കൂർ ചൈതന്യ ചരിതാമൃതം പുസ്തകം കിട്ടാനായി 12 വർഷം കഷ്ടപ്പെട്ടു. After he got the book Chaitanya Charitamrita, he read. What he read? He read about Mahaprabhu. Then only he could understand who exactly Krishna is. 12 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ചൈതന്യ ചരിതാമൃതം കിട്ടി. അദ്ദേഹം വായിച്ചതിന് ശേഷമാണ് മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ ആരാണ് എന്ന് വ്യക്തമായി അദ്ദേഹത്തിന് മനസ്സിലായത്. Till then, Bhaktivinoda Thakur explains, he never had proper understanding about Krishna. ഭക്തി വിനോദ് ഠാക്കൂർ പറയാണ്, ആ നിമിഷം വരെ ഭഗവാനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നാ പറയുന്നത്. So we people also blessed because we are connected to Chaitanya Mahaprabhu and Sadguru Swamis in the parampara to Guru and to Prabhupada. So to a certain extent we are understanding Krishna. You see, outside people, very difficult for them to understand Krishna. നമ്മൾ എല്ലാവരും അനുഗ്രഹീതരാണ്. കാരണം നമുക്ക് ഭഗവാൻ ആരെന്നറിയാം, മഹാപ്രഭു ആരെന്നറിയാം, ഗോസ്വാമീസ് ആരെന്നറിയാം. പക്ഷെ പുറമേ ഉള്ളവരെ നോക്കിക്കോളൂ, ഈ ജ്ഞാനമൊന്നും അവർക്കില്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള അനുഗ്രഹവും ഇല്ല. So Pundanam was standing. Now what to do? But he heard some sound inside the temple. അപ്പൊ പൂന്താനം വാതിലിന്റെ അവിടെ നിന്നിട്ട് ആലോചിക്കുകയാണ്, ഇനി പുസ്തകം ഒരു വർഷം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ. അപ്പൊ ക്ഷേത്രത്തിനകത്തിരുന്ന് ഒരു ശബ്ദം കേട്ടു. What is the sound? Nobody should be there, no? So the keyhole, he peeped through. ആരും ഉണ്ടാവാൻ പാടില്ലല്ലോ ക്ഷേത്രത്തിനകത്ത് എന്ന് അദ്ദേഹം വാതിലിന്റെ ദ്വാരത്തിൽ കൂടെ അദ്ദേഹം നോക്കി അകത്ത്. The moment he peeped through, he was shocked. He saw Lord Shiva sitting on Vyasasana. അപ്പൊ ആ വാതിലിന്റെ ദ്വാരത്തിൽ കൂടെ നോക്കിയപ്പോ ഭയങ്കര ഒരു ആശ്ചര്യമാണ് പൂന്താനത്തിനുണ്ടായത്. കാരണം വ്യാസപീഠത്തിൽ മഹാദേവൻ ശിവൻ ഇരിപ്പുണ്ട്. And all the Bhutaganas, Lord Shiva's disciples, his followers, they're all sitting around. അപ്പൊ അദ്ദേഹം കണ്ടത് മഹാദേവൻ വ്യാസപീഠത്തിൽ ഇരിക്കുന്നു, ചുറ്റിയും ഭൂതഗണങ്ങളൊക്കെ ഇരിക്കുന്നു, എല്ലാവരും ചുറ്റിയിരിക്കുകയാണ്. And Nandi is there, Parvati Devi is there. പാർവതി ദേവി ഉണ്ട്, നന്ദി ഉണ്ട്, Kartikeya is there, Ganesh is there. ഗണേഷ് ജി ഉണ്ട്, കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ, എല്ലാവരും ഉണ്ട് അവിടെ. Then the Lord shall ask, oh, Devi, Parvati Devi, tell me, which part you want me to discuss? This is Bhagavatam. അപ്പോ ശിവൻ മഹാദേവൻ പാർവതിയോട് ചോദിക്കുക, ദേവി, ഈ ഭാഗവതത്തിൽ ഏത് ഭാഗമാണ് നിനക്ക് വായിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്? Then she tells, you discuss the same chapter which Pundanam discussed. നമുക്ക് പൂന്താനം വായിച്ച അതേ അധ്യായം ചർച്ച ചെയ്യാം, അത് തന്നെ വായിക്കാം എന്ന് പാർവതി മറുപടി പറഞ്ഞു. So Pundanam was spellbound. He was standing there and hearing. പൂന്താനം ഇത് കേട്ട് ഭയങ്കര ആശ്ചര്യം, അതിശയമുണ്ടായി പൂന്താനത്തിന്. The Lord Shiva started explaining the same chapter, Lord Krishna teasing Rukmini Devi in a beautiful manner. അപ്പോ അദ്ദേഹം കേട്ടത് മഹാദേവൻ ശിവൻ എല്ലാവർക്കും അതിമനോഹരമായി ഭഗവാൻ എങ്ങനെയാണോ രുക്മിണി ദേവിയെ പരിഹസിച്ചത്, കളിയാക്കിയത്, ആ അധ്യായം തന്നെ പറയുകയാണ്. So after the discussion, class was over, then Lord Shiva looked at Parvati Devi and asked, how was it, my dear Devi?
How was the class? You liked it? എല്ലാം പ്രഭാഷണം ഉപന്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാദേവൻ പാർവതിയോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ദേവി, നിനക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം എന്ന് ചോദിച്ചു. Devi said, my Lord, so sweet, so wonderful, ecstatic it was. അതിമനോഹരമായിരുന്നു, ആനന്ദകരമായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പാർവതി ദേവി മറുപടി പറഞ്ഞു. But my Lord, one thing, Poondanam class was better than yours. അപ്പോ ഒരു കാര്യം കൂടെ ഉണ്ട്, പാർവതി ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പ്രഭാഷണത്തിനേക്കാളും പൂന്താനത്തിന്റെ പ്രഭാഷണമായിരുന്നു അതിമനോഹരം എന്ന് പറഞ്ഞു. Poondanam standing outside, tears coming from his eyes. He called out, Krishna, Krishna, Krishna. വാതിലിന്റെ പുറകെ വെളിയിൽ നിന്ന് പൂന്താനം കണ്ണുകൾ നിറഞ്ഞ് കണ്ണീരും ചൊരിഞ്ഞ് കൃഷ്ണ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചു. Then immediately Lord Shiva, Parvati Devi, all both Ganas, everybody disappeared. അടുത്ത നിമിഷം ശിവൻ, മഹാദേവൻ, പാർവതി ദേവി, ഭൂതഗണങ്ങൾ എല്ലാവരും അപ്രത്യക്ഷമായി. So this Srimad Bhagavatam Pramanam Amalam, spotless Purana is Srimad Bhagavatam. ശ്രീമദ് ഭാഗവതം അമലം പുരാണമാണ്, യാതൊരു തരത്തിലുള്ള അഴുക്കോ കളങ്കമോ അതിലില്ല. Next is Prema Pamartho Mahan. Generally we know this fifth principle. Generally we know this Dharma, Artha, Kama, Moksha. Generally people desire for these things. പൊതുവിൽ നമുക്കറിയാം, വേദങ്ങളിൽ ഇരുന്ന് എന്താ പറയാ, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്ന് പറയുന്ന 4 അംഗങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. Yes, we should have some religion. Artha, yes, we should have a lot of money, fame, name, everything. Yes, we should have a lot of sense gratification. I should gratify my senses. Ultimately, I should get liberated. Moksha. ഇത് പൊതുവെ അറിയുന്ന കാര്യമാണ്. ധർമ്മം ആചരിക്കണം, പണം സമ്പാദിക്കണം, കഴിയുന്നതും സുഖമായി ജീവിക്കണം, എല്ലാം കഴിഞ്ഞ് അവസാനം മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം അന്വേഷിക്കണം. Purushartha. But Mahaprabhu said, there's one more than this Purushartha is Panchama Purushartha. That is Krishna Prema. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഈ 4 മാത്രം പോരാ, ഇനി പരമമായ ഒരു പുരുഷാർത്ഥം കൂടെ ഉണ്ട്, അതാണ് കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞു. Because the whole world was looking for one element, that is love. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഒരു വസ്തുവിനെയാണ് അന്വേഷിക്കുന്നത്, അത് സ്നേഹം. Every one of us, we want this pure love. We are looking for it. നമുക്ക് എല്ലാവർക്കും ആ പരിശുദ്ധമായ സ്നേഹം, പ്രേമം വേണം, അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. A rich man, poor man, man, woman, animals, birds, all looking for love, genuine love. പണക്കാരൻ, പാവപ്പെട്ടവൻ, ആണ്, പെണ്ണ്, കുഞ്ഞുങ്ങള്, മൃഗങ്ങള്, എല്ലാവരും ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിനെയാണ് അന്വേഷിക്കുന്നത്. In this world, we don't know what actually love is. We don't know. പക്ഷെ അതേസമയം യഥാർത്ഥത്തിൽ ഈ സ്നേഹം എന്താണ് എന്നുള്ള കാര്യവും നമുക്കറിയത്തില്ല. In the material world, the lust is misunderstood for love. ഈ കുട്ടി ലോകത്ത് കാമത്തിനെ സ്നേഹം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മൾ എല്ലാവരും. Because this love, it is an Adi Rasa. It's not ordinary. It's Adi Rasa. That's originally in the Lord and the Jivas. Originally, the deep love is there between Lord and the Jivas. ഈ പ്രേമം എന്ന് പറയുന്നത് ഇത് ആദിരസമാണ്. പരിശുദ്ധ തലത്തിൽ ഈശ്വരൻ തന്റെ ജീവാത്മാക്കളോട് കാണിക്കുന്ന ഒരു അമൂല്യമായ ഒരു സ്നേഹം, അതാണ് ഈ ആദിരസം, പ്രേമം. That love, Prabhupada says, little bit can be seen in this material world between mother and child. ആ ഒരു പരിശുദ്ധമായ പ്രേമത്തിന്റെ ഒരു ചെറിയ കണിക ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും, അമ്മ കുഞ്ഞിന്റെ അടുത്ത് കാണിക്കുന്ന ആ സ്നേഹത്തിൽ. Mother, unconditional, nothing she wants in return, simply serves the child. അമ്മ വന്നിട്ട് ഒന്നും ഫലം പ്രതീക്ഷിക്കാതെ ആ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. Just a few days back, somebody sent me one WhatsApp video with these heavy rains, and there's one hole, there's somebody in the roadside, and the water is getting to the hole. Suddenly from the hole, a rat comes out, carrying a small baby in the mouth, running and placing the baby in a safe place. Again, the rat runs back. It's not ordinary rain, heavy rain. Runs back, jumps into the hole full of water, goes inside, takes another baby, comes out, puts it there in the safe place. Again, goes inside, 5-6 times running up and down in the water, not worried about his own
his own safety. കുറച്ച് ദിവസത്തിന് മുമ്പേ വാട്സാപ്പിൽ എനിക്ക് ഒരു മെസ്സേജ് കിട്ടി. ഭയങ്കര മഴ പെയ്യുന്നു, വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുക. അപ്പൊ ആ ഒരു ദ്വാരത്തിൽ ഇരുന്ന് ഒരു എലി വായിൽ കുഞ്ഞിനെ കടിച്ചുകൊണ്ട് വന്ന് വെളിയിൽ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെക്കുന്നു. വീണ്ടും ആ എലി ആ ദ്വാരത്തിന്റെ ഇടയിൽ കൂടെ, വെള്ളത്തിന്റെ ഇടയിൽ കൂടെ പോകുന്നു, വീണ്ടും കൊണ്ടുവരുന്നു. 4-5 പ്രാവശ്യം ചെയ്യുന്നു. തന്റെ ഒരു സംരക്ഷണം പോലും, സുരക്ഷിത പോലും ചിന്തിക്കാതെ തന്റെ കുഞ്ഞുങ്ങളെ അത് രക്ഷപ്പെടുത്തുന്നു. You see that even in the animal, the birds, that the mother's love can be seen. What is real love to a certain extent? നമുക്ക് മൃഗങ്ങളായാലും പക്ഷികളായാലും എന്താണ് യഥാർത്ഥത്തിൽ ഒരു അമ്മയുടെ സ്നേഹം എന്നുള്ളത് നമുക്ക് ഒരു പരിധി വരെ ഈ ലോകത്തിൽ കാണാൻ സാധിക്കും. So, like the real love, the Krishna's love, like Sunita in Dhruva's pastime, Sunita tells Dhruva, my dear son, you should approach Vishnu. Only he can help you. ഇത് വന്നിട്ട് നമുക്ക് ധ്രുവന്റെ കഥയിലും കാണാൻ സാധിക്കും. അപ്പൊ ധ്രുവന്റെ അമ്മ സുനിതി പറയുന്നു, ഭഗവാന്റെ അടുത്ത് പോവുക, ഭഗവാനെ അന്വേഷിക്കുക, അതാണ് യഥാർത്ഥ സത്യം എന്ന് മകന് ഉപദേശിച്ചു കൊടുക്കുന്നു. Your desire to have a bigger kingdom than your father, only Lord can give you, nobody else. നീ നിന്റെ അച്ഛനേക്കാളും വലിയ ഒരു രാജ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. Mother, you think Krishna love me so much like you? അപ്പൊ ധ്രുവൻ ചോദിക്കുക, അമ്മേ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഭഗവാൻ എന്നെ സ്നേഹിക്കുമോ എന്ന് ചോദിക്കുന്നു. Then she says, Suniti says, I'm your mother, one mother. Krishna's love is equal to million mothers. അപ്പൊ അമ്മ പറയാ, ധ്രുവ, ഞാൻ നിന്റെ അമ്മയാണ്, പക്ഷെ ഞാൻ നിന്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹം പോലെയല്ല, ഇതിന്റെ 10,000 ലക്ഷക്കണക്കിൽ ഇരട്ടിയാണ് ഭഗവാന്റെ സ്നേഹം നിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. So if you love that Krishna by chanting Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, studying Bhagavatam, worshipping the deities, following the instructions of Guru and Vaishnavas, then we slowly start developing love for Krishna. ആ ഭഗവാനെ നമ്മൾ ആരാധിക്കുക, അതും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച്, ഭാഗവതം വായിച്ച്, ഭഗവത് വിഗ്രഹങ്ങൾ ആരാധിച്ച്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ക്രമേണ കൃഷ്ണപ്രേമം നമുക്ക് വളർത്താൻ സാധിക്കും. So when you develop Krishna Prema, then you start loving everybody in this world. Otherwise, it's very difficult to love. നമ്മൾ ഭഗവാനെ സ്നേഹിച്ചു തുടങ്ങിയാൽ, കൃഷ്ണപ്രേമം വളർത്തിക്കഴിഞ്ഞാൽ, പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അല്ലാതെ അത് സാധ്യമേ അല്ല. Why? Krishna says, Mamai Vamshe Jiva Loke Jiva Bhuta Sanatana. Everybody is my part and parcel. അതെങ്ങനെയാ സാധിക്കുക? കാരണം ഭഗവാൻ പറയുന്നു, പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും എന്റെ അംശമാണ് എന്ന് ഭഗവാൻ പറയുന്നു. Like Srila Prabhupada says, if I love my body, I should love this finger also, small finger. When I love my body, I should love this finger. I cannot say I love my body, I don't love this finger. So when you love Krishna, you have to love his part and parcel. ഇപ്പൊ യഥാർത്ഥത്തിൽ പ്രഭുപാദർ ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ എന്റെ ശരീരത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ സ്വമേധയായും ഞാൻ എന്റെ ചുണ്ടുവിരലിനെയും ഇഷ്ടപ്പെടും, ചെറിയ വിരലിനെയും ഇഷ്ടപ്പെടും. അല്ല, എനിക്ക് എന്റെ ശരീരം ഇഷ്ടമാണ്, എന്റെ വിരൽ ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം ഈ വിരലും ശരീരത്തിന്റെ ഭാഗമാണ്. So by chanting, that's why very easy process is chant the Lord's name, honor prasadam, take care of the tongue, then the mind is taken care, stomach is taken care, genitals is taken care, then the bhakti starts, love for Krishna starts. അപ്പോ വളരെ ലളിതമാണ്. നന്നായിട്ട് ജപിക്കുക, പ്രസാദം കഴിക്കുക. പ്രസാദം കഴിക്കുന്നതിൽ കൂടെ നാവ് നിയന്ത്രിക്കപ്പെടും, നാവ് നിയന്ത്രിച്ചാൽ വയറ് നിയന്ത്രിക്കപ്പെടും, പിന്നെ ജനനേന്ദ്രിയം നിയന്ത്രിക്കപ്പെടും. അങ്ങനെ ജീവിതം സമാധാനമാകും. So this way we can make our life very, very successful. ഈ രീതിയിൽ കൂടെ നമ്മുടെ ജീവിതം വിജയപൂർവമാക്കി മാറ്റി തീർക്കാൻ സാധിക്കും. So Chaitanya Mahaprabhu says, Bharata Bhumte Hoile, Manusya Janma Yara, Janma Sarthaka Kari, Kara Paropakara. Taking birth in Bharata Bhumi is very, very special. Bharata Bhumite Hoile, Manusya Janma Yara, that are taking birth as a human being is simply great. Janma Sarthaka Kari, make your life very, very successful. Sarthaka, Kara Paropakara, then help the whole world. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഈ ഭാരതദേശത്തിൽ ജന്മമെടുക്കുന്നത് തന്നെ വലിയ ഒരു സൗഭാഗ്യം. അതിലും മനുഷ്യരായി ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ കാര്യം. അതുമാത്രമല്ല, അതിൽ കൂടെ പുണ്യം നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പരോപകാരം. ഇത് എല്ലാവർക്കും കൊടുക്കുകയും വിതരണം ചെയ്യുകയും വേണം.
So, Sri Chaitanya Mahaprabhu Matam idam tathadra na paraha. So, this is the opinion of Sri Chaitanya Mahaprabhu. These 5 principles has to be followed. ഇത് ചൈതന്യ മഹാപ്രഭുയുടെ നിർദ്ദേശമാണ്. ഈ 5 തത്വങ്ങളും നമ്മൾ എല്ലാവരും പാലിക്കണം. That is Aradhya Bhagavan Vajesthaniya Saddama Vrindavana. First is Krishna, and Krishna Dham has to be worshipped. ആദ്യം ഭഗവാനെ ആരാധിക്കണം, പിന്നെ ഭഗവാനോടൊപ്പം തന്നെ ഭഗവാന്റെ ധാമത്തിനെയും ചേർത്ത് ആരാധിക്കണം. Ramya Katidupasana, Vajavadu Vargena Vakalpita. Gopis worship is the topmost worship. We should follow in their footsteps. ഗോപസ്ത്രീകൾ ഭഗവാനെ ആരാധിച്ചതാണ് അതിശ്രേഷ്ഠമായ മാർഗം. നമ്മളും ആ പാത തന്നെ പിന്തുടരണം. Srimad Bhagavatam Ramanam Avadam. Bhagavatam should be our life and soul. ഭാഗവതം നമ്മുടെ ഹൃദയവും ജീവനുമായിരിക്കണം. കാരണം അത് കളങ്കമില്ലാത്ത അഴുക്കില്ലാത്ത പുരാണമാണ്. Prema Pamartho Mahan. And develop love for Krishna. കൃഷ്ണ ഭഗവാന് വേണ്ടിയുള്ള പ്രേമം വളർത്തിയെടുക്കുക. Sri Chaitanya Mahaprabhu Matam idam tathadara naparaha. This is the opinion of Chaitanya Mahaprabhu, and Vishwanath Chakravarti Thakur says, for this we have the highest regard. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, ഇതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിടെ അഭിപ്രായവും. മാത്രമല്ല, ഈ അഭിപ്രായത്തിനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മാനിക്കുന്നു എന്ന് പറയുന്നു. So Jagat Shastri Prabhu gave the title for this class as Julan Yatra. I'll tell that pastime of Julan Yatra and close. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഒരു അംഗമാണ് ജുലാൻ യാത്രയെ കുറിച്ച്. കാരണം ഇത് അടുത്ത ആഴ്ച വരാൻ പോകുന്നു. അപ്പൊ അതിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. So Julan Yatra, once Radharani was very, very close to Narada Muni. Narada Muni and Radharani, they were discussing a lot, always chatting, discussing, laughing, joking. Krishna observes these things for a few times. He sees, and then he warns Radharani. Radharani, you are very close to Narada Muni. Please be careful. നാരദ മഹർഷി രാധാറാണിയോട് നല്ല ഒരു സൗഹൃദത്തിലാണ്. രാധാറാണിയെ കാണും, സംസാരിക്കും, ചിരിക്കും, തമാശ പറയും. ഭഗവാൻ ഇത് ശ്രദ്ധിച്ചിട്ട് രാധാറാണി എടുത്ത് പറഞ്ഞു, നാരദമുനിയെ സൂക്ഷിക്കണമേ എന്ന് രാധാറാണിയെ ഉപദേശിച്ചു ഭഗവാൻ. Oh, Radharani, you should understand, Narada Muni, no doubt is my devotee, but he brings conflicts between people. He'll bring a lot of conflicts and he'll have a lot of fun. പക്ഷേ എന്റെ ഭക്തനാണ് നാരദമുനി, എല്ലാം അറിയാം, നല്ലതാണ്. എന്നിരുന്നാലും ആൾക്കാരുടെ ഇടയ്ക്ക് ചെറിയ കലഹമൊക്കെ ഉണ്ടാക്കി കളയും. പിന്നെ അതിൽ കൂടെ ഒരു രസം കണ്ടെത്തും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. No, he's very sweet and so nice. Nothing to worry. രാധാറാണി പറഞ്ഞു, ചേച്ചേ അങ്ങനെ ഒന്നുമില്ല, അദ്ദേഹം വളരെ മധുരമായ ഒരു വ്യക്തിയാണ്, നല്ല ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. So you should be very, very careful because he may bring misunderstanding between you and me. Quite possible. പക്ഷെ നീ സൂക്ഷിക്കണം, കാരണം നിനക്കും എനിക്കും ഇടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്ന് കളയും, സൂക്ഷിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. Radharani said, what between you and me? You and me, nobody can do that. It's not possible. രാധാറാണി പറഞ്ഞു, നമ്മളിടയ്ക്ക് ഇത് അസാധ്യമാണ്, ഇത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. Anyway, I'm warning you, Radharani, please take care. Be very, very careful with him. എന്നാലും ഞാൻ പറയാം രാധാറാണി, വളരെയധികം സൂക്ഷിക്കണം. As the days went on, one day Narada Muni came to Lord Krishna and started glorifying him like anything very beautifully. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം നാരദ മഹർഷി ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനെ അതിമനോഹരമായി സ്തുതിക്കാൻ തുടങ്ങി. So Lord was so happy. Then he said, Narada, ask for a boon. I can give you a boon. ഭഗവാന് വലിയ സന്തോഷമായി അത് കേട്ടിട്ട് ഭഗവാൻ ചോദിച്ചു, നാരദ മഹർഷി, എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടത്? എന്ത് വരം വേണമെങ്കിലും ചോദിക്കൂ. Oh, thank you, Lord. Now I don't need. In the future, when I want, I'll ask you, Lord. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, ഭഗവാനെ, ഇപ്പൊ എനിക്ക് ഒരു വരവും വേണ്ട, ഭാവിയിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. Lord said, anytime you can ask me, no problem, Narada. I can bless you. I can give you the boon, what you desire. നാരദ മഹർഷി, എപ്പോ വേണമെങ്കിലും അങ്ങേക്ക് ചോദിക്കാം, ചോദിക്കുമ്പോ ഞാൻ തരും എന്ന് ഭഗവാൻ മറുപടി പറഞ്ഞു. As the days went on, one evening, all the gopis, they organized a swing festival, Julan Yatra, to Radha and Krishna in one kunj, Lalita Kunj. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു മനോഹരമായ ഒരു ഉദ്യാനത്തില് ഗോപസ്ത്രീകളെല്ലാം രാധാകൃഷ്ണന്മാർക്ക് വേണ്ടി നല്ല ഒരു ഊഞ്ഞാൽ സേവ ഒരുക്കിയിട്ടുണ്ടായിരുന്നു.
Okay, then all of gopis were busy. Lalita, Vishaka, Champakalata, Chitra, Tungavidya, Induleka, Rangadevi, Sudevi. All gopis were busy organizing beautiful swing, decorating the beautiful, beautiful flowers, whatnot. If Krishna was present, Radharani was not there. അപ്പൊ ഗോപസ്ത്രീകളെല്ലാം വളരെ തിരക്ക് പിടിച്ച്, ലളിത വിശാഖ ഇവരെല്ലാം തിരക്ക് പിടിച്ച് നല്ല പൂക്കൾ കൊണ്ട് ഉദ്യാനം മുഴുവനും അലങ്കരിച്ചു, ഊഞ്ഞാൽ അലങ്കരിച്ചു. ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ രാധാറാണി വന്നിട്ടില്ല. Radharani were yet to come. They're all decorating. They're all waiting for Radharani. രാധാറാണി അതുവരെ വന്നിട്ടില്ല. എന്നിരുന്നാലും ഇവരെല്ലാം ഊഞ്ഞാലൊക്കെ അലങ്കരിച്ച് രാധാറാണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Even Krishna was waiting for Radharani to come. ഭഗവാനും രാധാറാണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. That time, Narada Muni comes there. ആ സമയത്ത് അവിടെ നാരദ മഹർഷി എത്തി. He'll come and ask gopis, what's happening here? What is the festival like? അദ്ദേഹം ചോദിച്ചു ഗോപസ്ത്രീകളെ കണ്ടിട്ട്, എന്ത് ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്? Oh, you don't know, today is a swing festival, Julan Yatra, for Radha and Krishna, very grandly we're going to celebrate. Narada Muni, you be here, it'll be real fun, it'll be so nice. ഗോപസ്ത്രീകൾ പറഞ്ഞു, അങ്ങേക്ക് അറിഞ്ഞൂടെ, ഇന്ന് വന്ന് ഊഞ്ഞാൽ സേവയാണ്, ഭഗവാനും രാധാറാണിക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുകയാണ്, അങ്ങും ഇവിടെ നിൽക്കൂ, കൂടിക്കോളൂ, നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു ഗോപസ്ത്രീകൾ. I'll just come here. I'll be here only. Where is Radharani? Radharani yet to come. We are waiting for her to come. അപ്പൊ നാരദ മഹർഷി ചോദിച്ചു, ശരി ശരി, ഞാൻ തീർച്ചയായിട്ടും ഇവിടെ തന്നെ കാണും, പക്ഷെ രാധാറാണി എവിടെ? അപ്പൊ അവര് പറഞ്ഞു, രാധാറാണി ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. Oh, I see. Then he slowly moves to Lord Krishna. അത് ശരി, എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഭഗവാന്റെ അടുത്ത് നാരദ മഹർഷി പോയി. He tells, my dear Lord, you're supposed to give me a boon. Can you bless me now? അപ്പൊ നാരദ മഹർഷി ചോദിച്ചു, കൃഷ്ണ, എനിക്ക് അങ്ങ് ഒരു വരം തരാൻ ബാക്കിയുണ്ട്, അന്ന് വാക്ക് തന്നതാ, ആ വരം ഇപ്പൊ തരാമോ എന്ന് ചോദിച്ചു. Yes, Radha. You ask me right now, I'll give you, no problem. അപ്പൊ ഭഗവാനും പറഞ്ഞു, നാരദ മഹർഷി ചോദിച്ചോളൂ, ഇപ്പൊ തന്നെ ഞാൻ ആ വരം തരാം എന്ന് ഭഗവാൻ പറഞ്ഞു. My Lord, this boon is, I have a strong desire. I want to see you and Lalita Devi on the swing. Swing festival will happen for you both. നാരദ മഹർഷി പറഞ്ഞു, എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഭഗവാനെ, അങ്ങും ലളിത ദേവിയും രണ്ടുപേരും ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്നത് കാണണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട് എന്ന് നാരദ മഹർഷി പറഞ്ഞു. Oh, that's all. No problem. Lalita, come, let's sit on the... Lalita Devi says, my Lord, no, Radharani has to come. Radharani has to sit with you, not me. Come on, it's okay, no problem. No, my Lord, I cannot come. Krishna, I cannot come. Radharani, no. Lord Krishna holds her hand forcefully, brings her to the Unjal. Both of them sit and immediately go to start swinging the Unjal. Swing. അപ്പോ ഭഗവാൻ പറഞ്ഞു, അതിനെന്താ, വിശാഖ വരൂ, ഊഞ്ഞാലിൽ ഇരിക്കൂ, നമുക്ക് കളിക്കാം. അപ്പോ വിശാഖ ദേവി പറഞ്ഞു, ഇല്ലല്ല, പറ്റൂല, ഇത് രാധാറാണിക്ക് വേണ്ടിയുള്ളതാ, നമ്മൾ രാധാറാണിക്ക് വേണ്ടി കാത്തിരിക്കുക, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ പറഞ്ഞു, അതിനെന്തിനാ എന്ന് പറഞ്ഞ് വിശാഖ ദേവിയെ കൈപിടിച്ച് വലിച്ച് അവർ ഊഞ്ഞാലിലിരുന്നു. ഗോപസ്ത്രീകളെല്ലാം ഊഞ്ഞാലാടി സേവിക്കാൻ തുടങ്ങി. So Lalita and Krishna on the swing, and the festival is going on very nicely. People are swinging the swing. അപ്പൊ ആ ഉത്സവം മനോഹരമായി നടന്നു. ലളിതാ ദേവി ഇരുന്നു, ഗോപസ്ത്രീകളൊക്കെ ഊഞ്ഞാൽ സേവിച്ചു, നല്ല രസമായിരുന്നു. Narada Muni slowly escapes from there. പതുക്കെ നാരദ മഹർഷി അവിടെ നിന്ന് സ്ഥലം വിട്ടു. He goes straight to Radharani's palace. രാധാറാണിയുടെ കൊട്ടാരത്തിലേക്ക് നേരെ നാരദ മഹർഷി പോയി. There Radharani is dressing up. Finally, she is about to leave. Then Narada Muni goes there. Oh, Radharani, what are you doing here? നാരദ മഹർഷി അവിടെ പോയി. രാധാറാണി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാരദ മഹർഷി ചോദിച്ചു, രാധാറാണി എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. Oh, I have to go now. The big swing festival is there. I have to go for the swing festival now. Unjal Seva. അപ്പോ രാധാറാണി പറഞ്ഞു, അജോ അവിടെ ഊഞ്ഞാൽ സേവയുണ്ട്, എനിക്ക് പെട്ടെന്ന് പോകണം, ഞാൻ അതിനു വേണ്ടി തയ്യാറാകുകയാണ് എന്ന് പറഞ്ഞു. What you want to go? Already festival has started. There is going wonderful. I'm just coming from there. So beautiful it is. അവിടെ ഇപ്പൊ പോയിട്ട് എന്ത് ചെയ്യാനാ, ഉത്സവം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, അതിമനോഹരമായി നടക്കുന്നുണ്ട്, ഞാനിപ്പോ അവിടെ നിന്നാ വരുന്നത് എന്ന് നാരദ മഹർഷി പറഞ്ഞു. What do you mean? Julan Yatra, Julan festival without me, swing festival without me? What do you mean? അപ്പൊ രാധാറാണി ചോദിച്ചു, എന്താ പറയുന്നത്, ഞാനില്ലാതെ ഊഞ്ഞാൽ സേവ നടക്കുന്നു, അതെങ്ങനെ എന്ന് ചോദിച്ചു. Lalita Devi and Krishna, they are on the Unjal. Even I was swimming for some time so beautifully. Such nice music, songs, so nicely happening, so grand it is. അപ്പൊ ഞാൻ ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നു, ഭഗവാൻ ഊഞ്ഞാലിരുന്നു, ലളിത ദേവി ഇരുന്നു, എല്ലാവരും പങ്കെടുത്തു, നല്ല രസം, പാട്ടും കീർത്തനം നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു. Come on, Narada Muni, don't tell lies like this.
നാരദ മഹർഷി കള്ളം പറയരുത് എന്ന് രാധാറാണി പറഞ്ഞു. No, no, if you want, you can go and see yourself. You'll understand. കള്ളമൊന്നുമില്ല, വേണമെങ്കിൽ നേരിട്ട് പോയി കണ്ടോളൂ എന്ന് രാധാറാണി എടുത്ത് നാരദ മഹർഷി പറഞ്ഞു. So she was surprised. She wants to just check. She goes there. From distance, she sees Krishna and Lalita on the swing. അപ്പൊ രാധാറാണി പതുക്കെ അവിടെ ചെന്ന് ദൂരെ ഇരുന്ന് എത്തി നോക്കിയപ്പോ ഊഞ്ഞാലില് കൃഷ്ണ ഭഗവാനും ലളിത ദേവിയും ഉണ്ട്. She's totally shocked, starts crying, leaves the place, goes inside the forest to a kunj, sits there lamenting. രാധാറാണിക്ക് വലിയ വിഷമമായി, കരയാൻ തുടങ്ങി. ഉടനെ ആ സ്ഥലം വിട്ടിട്ട് കാട്ടിനകത്ത് പോയി ഇരുന്ന് വിഷമിക്കാൻ തുടങ്ങി. Then Krishna, after some time, they were all waiting. Radharani never came. അപ്പൊ ഭഗവാനും മറ്റുള്ള എല്ലാവരും കാത്തിരിക്കുന്നു. പക്ഷെ രാധാറാണി വന്നിട്ടേ ഇല്ല. Then Lord Krishna gets a doubt. What happened to Radharani? It's time up. She has not come. What happened? ഭഗവാന് സംശയം തോന്നി. എന്താണ് ഇത്ര നേരമായി, ഇത്ര സമയമായി, എന്നിട്ട് രാധാറാണി വരുന്നില്ലല്ലോ, ഒരു സംശയം തോന്നി. You look for Narada Muni everywhere in the crowd. Narada Muni is not there. He is missing. അപ്പൊ ആ കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഭഗവാൻ നാരദ മഹർഷി അന്വേഷിച്ചു. ഇവിടെ എവിടെയെങ്കിലും നാരദമുനി ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കിയപ്പോ നാരദമുനിയെയും കാണാനില്ല. Something fishy has happened. Something has happened. Immediately he leaves the place and starts searching for Radharani. അപ്പൊ ഭഗവാന് മനസ്സിലായി എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ രാധാറാണിയെ അന്വേഷിച്ച് ഭഗവാനെ ഇറങ്ങി തിരിച്ചു. Search everywhere, including the palace. He will not find Radharani. Finally searching. Finally he finds her in one kunj in the forest. ഇപ്പോ കൊട്ടാരത്തിൽ അന്വേഷിച്ചു, പല സ്ഥലങ്ങളിൽ ഭഗവാൻ അന്വേഷിച്ചു. രാധാറാണിയെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് അവസാനം അദ്ദേഹം ഒരു ഉദ്യാനത്തിൽ രാധാറാണിയെ കണ്ടുപിടിച്ചു. Now she's crying. Then Krishna says, "Why are you crying, Radharani? We're all waiting for you for the unjal. Please come along." Then she says, "Why me? Lalita Devi is there. Go and have a nice time. You and Lalita Devi is singing nice. Okay. Why are you calling me? Please don't call me." അപ്പോ എന്താ ചെയ്യുന്നത് ഇവിടെ രാധാറാണി? ഇത്ര നേരം അങ്ങയ്ക്ക് വേണ്ടിയല്ലേ നമ്മളെല്ലാരും കാത്തിരിക്കുന്നത്, പെട്ടെന്ന് വരൂ. അപ്പൊ രാധാറാണി പറഞ്ഞു, എന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? അവിടെ ഓൾറെഡി ലളിത ദേവിയുടെ കൂടെ ഊഞ്ഞാലിൽ കളിക്കുകയല്ലേ, അത് മതി, എന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. Who told you? Myself and Lalita Devi were on the same. Who told you? നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് ഞാനും ലളിത ദേവി ഊഞ്ഞാലിലുണ്ട് എന്ന് ഭഗവാൻ ചോദിച്ചു. No, I saw physically. I saw that. ഞാൻ ആരും പറയേണ്ട ആവശ്യമില്ല, ഞാൻ സ്വയം എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. When did you see that? എപ്പ കണ്ടു നീ? Narada Muni came and told the whole story. What's happening there? Then he told me to go and see. I saw and understood. എനിക്കറിയാം, നാരദ മഹർഷി വന്ന് എല്ലാം പറഞ്ഞു തന്നു. അതനുസരിച്ച് ഞാൻ അവിടെ വന്ന് നോക്കി, എനിക്ക് എല്ലാം മനസ്സിലായി. Then Krishna starts smiling. Did I tell you? Narada Muni will bring conflict between you and me, and it happened. അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നാരദ മഹർഷി നമ്മുടെ ഇടയ്ക്ക് കലഹം ഉണ്ടാക്കുമെന്ന്, അത് ഇതാ അപ്പൊ നടന്നു എന്ന് പറഞ്ഞു. See, Radharani, try to understand. Myself, Lalita Devi, all the Sakhis, you are all waiting for you. Narada Muni comes there. He'll ask for the boon which I had promised. And the boon is, you want to see me and Lalita Devi on the swing. Just to satisfy him, to fulfill his boon, we sat. That's all. അപ്പൊ ഭഗവാൻ വിശദീകരിച്ചു കൊടുത്തു രാധാറാണിക്ക്, ഞാൻ കൊടുത്ത വരം, നാരദ മഹർഷിക്ക് ഒരു വരം കൊടുത്തില്ലേ, അത് വന്ന് അദ്ദേഹം ചോദിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു, ഞാനും ലളിത ദേവി ഊഞ്ഞാലിൽ ഇരുന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഊഞ്ഞാലിൽ ഇരുന്നത് എന്ന് ഭഗവാൻ വിശദീകരിച്ചു. Then she understands. She starts smiling. Radharani starts smiling. രാധാറാണിക്ക് മനസ്സിലായി, രാധാറാണി ചിരിക്കാൻ തുടങ്ങി. The Lord Krishna says, "Did I tell you? He can bring conflicts between anybody. Now we brought the conflict between you and me also." അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നാരദ മഹർഷി വിചാരിച്ചാൽ നമ്മുടെ ഇടയ്ക്കും കലഹം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇടയ്ക്ക് കലഹം ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു. So Narada Muni does all these things just to glorify the Lord, glorify Srimati Radharani. The mood is how to make things very ecstatic. That's the mood of Narada Muni. നാരദ മഹർഷി കലഹം ഉണ്ടാക്കുന്നത് വെറുതെ അല്ല, ഭഗവാനെയും രാധാറാണിയും പ്രീതിപ്പെടുത്താനും സ്തുതിക്കാനും വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ലീലകളുടെ രസം കുറച്ചും കൂടെ വർദ്ധിക്കും, അതിനു വേണ്ടിയാണ്. Then Radharani and Krishna, they go to Lalita Kunj and they sit on the swing, and the swing festival starts. അതിനുശേഷം രാധാറാണിയും ഭഗവാനും ഊഞ്ഞാലിൽ ചെന്നിരുന്നു ലളിത കുഞ്ചില്. പിന്നെ ആ ഊഞ്ഞാൽ സേവ തുടങ്ങി. So Lord Krishna, Radharani, and these gopis, all their pastimes are very, very special. Where Lord is there, everything is wonderful, adbhutam.
ഭഗവാൻ, ഗോപസ്ത്രീകൾ, രാധാറാണി, ഈ ലീലകളെല്ലാം അത്ഭുതമാണ്, വളരെ അത്ഭുതമാണ്, എല്ലാം വളരെ മനോഹരവുമാണ്. Lord's birth, Lord's name, Lord's leelas, Lord's qualities. It's all adbhutam, very wonderful. ഭഗവാന്റെ പേര്, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ കർമ്മം, ഇതെല്ലാം വളരെ അത്ഭുതകരമാണ്. Srimad Bhagavatam, when Vasudeva saw Lord Krishna, baby Krishna, for the first time, he chants a verse. വസുദേവർ വന്ന് കുഞ്ഞു കൃഷ്ണനെ, ജനിച്ച കൃഷ്ണനെ കണ്ടപ്പോ ഒരു മനോഹരമായ ശ്ലോകം ഉദ്ധരിച്ചു. Tham adbhutam bhalakam amudekshanam chaturbhujam shankha gadhadi udayudam shivastha lakshmam galashobi kaustabam pitaambaram sandra payodi saubhagam mahahara vaidurya kirita kundala tisha parishvakta sahasra kuntalam uddhama kanchi angada kanakadibir virochamanam vasudeva ikshata tham adbhutam bhalakam amudekshanam. The Lord was looking so wonderful with his lotus eyes. ഭഗവാനെ കാണാൻ അതിമനോഹരമാണ് അദ്ദേഹത്തിന്റെ താമര ഇതൾ പോലത്തെ കണ്ണുകൾ. Chaturbhujam Shankha Gadhadi Udam. He had 4 hands with Shanku, Chakra, Gadha, and Padma. 4 കൈകൾ, അതിൽ ശംഖചക്ര ഗദാപദ്മം ഏന്തിക്കൊണ്ട് ധരിച്ചുകൊണ്ടിരിക്കുന്ന 4 കൈകളും. Srivastha Lakshman, Galashobi Kaustabam. On his chest is a beautiful hair decoration known as Srivastha. Beautiful. മാറില് മനോഹരമായ മുടി കൊണ്ടുള്ള ഒരു അലങ്കാരം, അത് ശ്രീവത്സം എന്ന് പറയും. Galashobi Kaustubha, one of its kind, a Kaustubha jewel on his chest hanging. ആർക്കും എവിടെയും കിട്ടാത്ത അരിതായ ഒരു മനോഹരമായ രത്നം, കൗസ്തുഭം ഭഗവാന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നു. Pitambaram Sandra Payoda Saubhagam. Beautiful dhoti hat. And it's a shiny gold it is. And his body blackish like a dense cloud. ഭഗവാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നതും അതേ സമയത്ത് ശ്യാമവർണ്ണം, മേഘവർണ്ണത്തിൽ ഭഗവാന്റെ ദേഹവും. His hair scattered beautifully, fully grown curly hair all around his face. ഭഗവാന്റെ ശിരസിലുള്ള മുടി ചുരുണ്ട് ചുരുണ്ട് നീണ്ട് ശിരസ് മുഴുവനും അലങ്കരിച്ചുള്ള മുടികളാണ്. Mahahara Vaidurya Kirita Kundala. You know, he had beautiful kirita, a helmet, and beautiful earrings sparkling with valuable gems known as Vaidurya. അദ്ദേഹത്തിന്റെ ശിരസിൽ ഉണ്ടായിരുന്ന കിരീടം, അതിമനോഹരമായ കിരീടവും ചെവിയിൽ തൂങ്ങിക്കിടക്കുന്ന കുണ്ടലങ്ങൾ, പലതരത്തിലുള്ള രത്നങ്ങൾ, വൈഡൂര്യം പതിച്ച കുണ്ടലങ്ങളുമാണ്. With beautiful brilliant belt, armlets, bangles, other ornaments, he was looking very, very wonderful. Adbhutam. കയ്യിലുള്ള മനോഹരമായ വളകൾ, അരയിലുള്ള ആഭരണം, ഇതെല്ലാം കാണാൻ അതിമനോഹരമായിരുന്നു. So this Lord is wonderful. His passions are wonderful. His name is wonderful. His qualities are wonderful. His devotees are wonderful. ഭഗവാൻ വളരെ മനോഹരനാണ്. ഭഗവാന്റെ ഭക്തന്മാർ, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ഗുണങ്ങൾ, ഭഗവാനെ സംബന്ധിച്ചുള്ള എല്ലാം അത്ഭുതവും മനോഹരവുമാണ്. So thank you very much. Hare Krishna. It's already 6:45. വളരെ നന്ദി, സമയമായി. So Prabhuji, thank you so much for accepting our request and honoring and spending your valuable time and association. We are very much indebted to you, indebted to your kindness. Thank you so much, Prabhu. Hare Krishna.